ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള കറി റെഡിയാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യത്തിന് നമുക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം. ഒരു മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സബോള ചേർക്കാം, ഒന്നില്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. ഞാൻ ഇവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്ത സബോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സബോളയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ, ഇളക്കി. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിവിടെ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. മുട്ടയും കൂടെ ഒരു ഭാഗം വെന്തുണ്ട്, എന്നിട്ടത് മറിച്ചിട്ട് മറുഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് ഭാഗവും വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിനി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോളയാണ് ചേർക്കാൻ പോകുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സബോള വേഗം വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സബോള വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒന്നെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുള്ളത് വാടി വന്ന സബോളയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, എരിവിനാവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കഷ്ണങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആട്ടോ. എല്ലാതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.